ഹായ് നമസ്കാരം. ഞാനിന്ന് കോമഡി കൊണ്ടൊന്നല്ല വന്നിട്ടുള്ളത്, സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. അപ്പൊ നിങ്ങളത് അതിന്റെ സീരിയസ്നെസ്സിൽ തന്നെ എടുക്കണം. വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെഹനാസ്, റിഫ, സഫ, പിന്നെ അതിന്റെ ഇടയ്ക്കിടെ തൻസീർ കൂത്തുപറമ്പോട്ട്, ഇവരെ നാലുപേരെയും കുറിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഞാനൊരു പബ്ലിക് കേരള എന്ന് പറഞ്ഞിട്ട് ഖാദറിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. ഒരു വെള്ളപൂശൽ വീഡിയോ ആയിരുന്നു അത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ അവന്റെ മിക്ക വീഡിയോ ഞാൻ കാണലുണ്ട്. റിഫ മരിച്ച് മുതലുള്ള അവൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരുവിധപ്പെട്ടതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇവൻ പറയുന്നൊരു വിഷയമുണ്ട്. ആ വിഷയമായിട്ടാണ് എനിക്ക് പൊരുത്തക്കേട്. അതിനു വേണ്ടി റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വന്നതാണ്. അതിലെ പൊരുത്തക്കേട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നുണ്ട്, തൻസീറെ എന്തിന് നീ റിഫയുടെ പേര് അതിൽ യൂസ് ചെയ്തു? അവള് മരിച്ചില്ലേ, പിന്നെ എന്തിനാ അവളിനെ ഇതിലേക്ക് വലിച്ചയച്ചു എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ തൻസീറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആദ്യം അതൊന്ന് കാണാം നമുക്ക്. എന്നാലും മെഹനാസിനോട് ചോദിച്ചിരുന്നു അന്ന് എന്താണ് സംഭവിച്ചത് എന്ന്, റിഫയുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും അധികം മറുപടി പറഞ്ഞു? മറുപടി നമ്മൾ എന്തായാലും ചോദിക്കുമല്ലോ. അപ്പൊ എന്താ ഞാനെന്നല്ല, ഈ ഫീൽഡിൽ ഒരുവിധ ആൾക്കാർക്കെല്ലാം അത് മെഹനാസ് ആയിക്കോട്ടെ, ഇതിന് പറ്റിയിട്ടുള്ള എല്ലാ ആൾക്കാർക്ക് റിഫന്റെ ഉപ്പയും ഉമ്മയെല്ലാം നമ്മൾ കോൺടാക്ട് ഇല്ല തന്നെയാണ്. അവർ ഓൾറെഡി എൻ്റെ വാട്സപ്പിൽ ഉണ്ടാകുന്ന ആൾക്കാരാണ്, അവർ ഇടയ്ക്ക് വിളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെങ്കിൽ ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കും. പക്ഷെ രണ്ട് സൈഡിലും പറയാൻ ഇപ്പം ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കേൾക്കാന്നേ ഇല്ലൂ. അല്ലാണ്ട് നമ്മളിത് വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ പരിധിയിലുള്ള സംഭവങ്ങളല്ല. എനിക്ക് ഈ ഇന്റർവ്യൂ തന്നെ ആയിക്കോട്ടെ, ഞാൻ വേറൊരു സത്യം പറയാം. പക്ഷെ മെഹനാസിന് അതുകൊണ്ട് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. മെഹനാസ് എന്താ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, നമ്മളോട് പറയാത്തതാ. എനിക്കറിയില്ല. ആരോട്? എന്നോട്. ഞാൻ പറഞ്ഞല്ലോ, അത് പേഴ്സണലായിട്ട് എൻ്റെ അടുക്ക പല കാര്യങ്ങളും എൻ്റെ അടുക്ക പറഞ്ഞിട്ടുണ്ട്. മെഹനാസും പറഞ്ഞിട്ടുണ്ട്, റിഫൻ്റെ ഉമ്മയും ഉപ്പ എല്ലാവരും നമ്മുടെ അടുക്ക പല കാര്യങ്ങളും നമ്മുടെ അടുക്ക ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും ഞാനത് എന്ത് ചെയ്യുന്നു ഒരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് ഒരിക്കലും പറയൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മീഡിയനെ വിശ്വാസമില്ല. പിന്നെ വേറെ കേട്ടോ, ഇത് തന്നെയല്ല ഇപ്പൊ നീയും ചോദിച്ചിരിക്കണേ. നിന്റെ കമന്റിലും പലരും ചോദിച്ച ചോദ്യം അതാണ്. സത്യത്തിൽ ഖാദറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിനകത്ത് റിഫയുടെ പേരുണ്ടോ? നീ എവിടെ അതിനകത്ത് റിഫയുടെ പേര് കേട്ടു? ഞാൻ ആ വീഡിയോ കണ്ടില്ല, എനിക്ക് അതിൽ റിഫയുടെ പേരൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഞാനത് ഫുള്ള് ഇരുന്ന് കണ്ടു. ഇനി അതിന്റെ മുമ്പത്തെ വീഡിയോ എന്താ നോക്കാൻ വേണ്ടി അതും ജസ്റ്റ് ഇരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ആൽബത്തിൽ അവർ അഭിനയിച്ചതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് നോക്ക്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ളത് മെഹനാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടു, രണ്ടാമത് അവൻ കല്യാണം കഴിച്ചു, എന്നിട്ട് അവളിപ്പോ പ്രഗ്നന്റ് ആണ് എന്നുള്ള വിഷയങ്ങളൊക്കെ. അതിപ്പോ റിഫ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോലും മെഹനാസിന്റെ റോൾ അത് തന്നെയാണ്. കാരണം അവൻ അങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ തൻസീറിനെ വെള്ളം പൂശാൻ വേണ്ടിയിട്ട് വന്ന ആളൊന്നുമല്ല. പക്ഷെ നീ അടിക്കടിക്ക് അതിനകത്ത് പറയുന്നുണ്ട് ഈ റിഫയുടെ മറ്റേ കാര്യങ്ങള്, റിഫൈനെ അങ്ങനെ ചെയ്തു. സത്യത്തില് റിഫൈനെ വെച്ചിട്ട് ആരാണ് ശരിക്കും മുതലുണ്ടാക്കിയത്? റിഫയുടെ പേര് പറയരുതേ എന്ന് പറയുന്ന നീ എത്ര റിഫയുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ടാണ് നിന്റെ ഓരോ വീഡിയോ ചെയ്തിരിക്കുന്നത്? എത്ര വ്യൂസ് നിനക്ക് അതിൽ കിട്ടി? എത്ര സബ്സ്ക്രൈബ് നിനക്ക് അതിൽ കിട്ടി? അതൊക്കെ നീ മാറ്റി വെച്ചിട്ടാണ്. അപ്പൊ നിനക്ക് പറയാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കും, അത് ഞാൻ അവളുടെ കേസിന്റെ ഭാഗം, എന്റെ ന്യൂസിന്റെ ഭാഗമാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളെ ദിലീപ് കുടുങ്ങിയ സമയത്ത് അതല്ലെങ്കിൽ നടി, അതല്ലെങ്കിൽ വേറെ എന്തൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് നീ പറഞ്ഞു അതിനകത്ത് പേര് റിഫയുടെ പേര് യൂസ് ചെയ്തു എന്ന്. സത്യത്തിൽ അതിൽ റിഫയുടെ പേര് യൂസ് ചെയ്തിട്ടില്ല, അത് മാറ്റി നിർത്താം. നിന്റെ 6 മാസം മുമ്പ് ഞാൻ നിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. മെഹനാസും സഫയും പിരിഞ്ഞു, അവരിതാ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ നീളത്തിൽ നിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവര് പിരിഞ്ഞോ? എവിടുന്ന് കിട്ടിയ ന്യൂസാ നിനക്കത്? നീ എന്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞ്? ഇപ്പൊ ഈ സഫ എന്ന് പറയുന്ന പെണ്ണും മെഹനാസും ഒന്നിച്ചാണോ അതോ പിരിഞ്ഞോ? നീ തന്നെ പറ. കാരണം നീ അത്ര നേരം ആ ഒരു വണ്ടറകത്ത് ഇരുന്നിട്ടും സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടും പറഞ്ഞ കാര്യമാണല്ലോ. അത് സത്യമായിരുന്നോ അല്ലയോ? നിന്റെ പ്രേക്ഷകർ നിന്റെ ന്യൂസ് കാണുന്ന ആളുകളല്ലേ? അവരെ നീ ഫേക്ക് ന്യൂസ് കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? അതിനകത്ത് നീ റിഫയുടെ ഫോട്ടോ യൂസ് ചെയ്തോ? പേര് യൂസ് ചെയ്തോ? ഫാമിലിനെ യൂസ് ചെയ്തോ? അപ്പൊ നമ്മൾ വ്യക്തത ഇല്ലാതെ ഒരു കാര്യത്തെ കുറിച്ചിട്ടും ഉറപ്പിച്ച് പറയാൻ പാടില്ല. തെറ്റിനേക്കാൾ വലിയ നോവാണ് തെറ്റിദ്ധാരണകളെ പരത്തുന്നത്. പ്രത്യേകിച്ച് ഒരു മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഈ വാലും തലയും അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. നിന്റെ കമന്റ് ബോക്സിൽ തന്നെ പലരും വളരെ വ്യക്തമായിട്ട് തന്നെ നിന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യുന്ന അത് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരോ എന്തോ ഒരു അത്യാവശ്യം തൻസീറിനെ പഴിയാറിയിട്ടുള്ള
ഒരു കമന്റ് ഇട്ടു, അത് നീ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ലക്ഷ്യം എന്താണ്? നമുക്ക് ഊഹിച്ചൂടെ എന്താണ് നീ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്? പിന്നെ നിന്റെ അടുത്ത ചോദ്യം, മെഹനാസ് ആൽബത്തിൽ അഭിനയിച്ചതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആൽബത്തിൽ അഭിനയിക്കുന്നത് തൻസീറും മെഹനാസും മാത്രമായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഇവന്റെ പെരുന്നാളിന്റെ ആൽബം ഒന്ന് നോക്കിയേ, അതിനകത്ത് എത്ര പ്രമുഖരുണ്ട്, വലിയ വലിയ സിംഗർമാരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. ആരെങ്കിലും പറഞ്ഞു ഇവൻ ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കൂലെന്ന്? പിന്നെ കോടതിയുടെ മുമ്പിൽ ഇവൻ തെറ്റുകാരനാണോ? തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഈ പുറത്തു കൂടെ വേറൊരു കല്യാണം കഴിച്ചിട്ട് ഇത്ര കൂളായി നടക്കുവോ? തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് കോടതി തെളിയിക്കട്ടെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ നമ്മൾ തലയിട്ട് വലുതാക്കിണ്ട് വീർപ്പിച്ചു വിടുന്നത്? പിന്നെ ഇപ്പൊ നീ പറയും പോലെ അവനെ എല്ലാരും സമൂഹത്തിന്റെ മുന്നിൽ നിന്നാണ് മാറ്റി നിർത്തി. അവനിക്കൊരു ജോലി കൊടുക്കണ്ട, അവനിക്കൊന്നും വേണ്ട, ഈ ഒരു റീസണും പറഞ്ഞിട്ട് അവനെല്ലാവരും മാറ്റി നിർത്തി. നമ്മുടെ ജുനൈദിന്റെ അവസ്ഥ എന്താ? ആ റമദാൻ മാസത്തില് എല്ലാ നന്മമരങ്ങളും അവനെ 8 ട്രോളായിരുന്നു അല്ലെ? അവൻ ഒരു പെണ്ണ് കേസ് പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിനങ്ങോട്ട് വീർപ്പിച്ച് സത്യം എന്താ അസത്യം എന്താന്ന് അറിയാതെ വിധി വരുന്നതിന്റെ മുമ്പേ അവനിട്ടാണ് ട്രോളി, നന്നായി ട്രോളി. അവസാനം അവൻ മരിച്ചപ്പോ ഈ ട്രോളി ആളുകൾ എന്നെ എടുത്ത് സ്റ്റോറി ഇട്ടു. എന്ത് കാര്യം ഉണ്ടായി? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അപ്പൊ അതുപോലെ ചെയ്യണം എന്നാണോ പറയണത്? ഇപ്പൊ ഇവൻ എല്ലാവരും തളർത്തി അവനോട് പോയി ആത്മഹത്യ ചെയ്തു. പിന്നെ അവനെ വെള്ള പൂശിയിട്ട് കുറെ സ്റ്റോറി ഇടാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇത് പറഞ്ഞില്ല എന്നുള്ളൊരു ഖേദം എനിക്ക് വരരുത്. ആ സഫ എന്ന് പറയുന്ന ഇവന്റെ പുതിയ വൈഫിനെ എന്തോരം ചീത്തക്കാണ് ഓരോരുത്തർ കമന്റ് വഴി പറയുന്ന അറിയോ? എന്തിന്? അവര് ജീവിച്ചോട്ടെ, അവരവരെ വഴിക്ക് വിട്. ഇതിന്റെ വിധി കോടതിയിൽ നിന്ന് വരട്ടെ. തെറ്റുകാരനാണ്, അവന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഞാനടക്കം ഉണ്ടാവും മുന്നില്, എല്ലാ കലാകാരന്മാരും ഉണ്ടാവും മുന്നില്. എനിക്കിതെന്ന് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, അവര് പിരിയണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാള് നീയാണെന്നുള്ള പോലെയാണ് നിന്റെ പല ന്യൂസും കടന്ന് കറങ്ങി കളിക്കുന്നത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇത്ര വലിയ നന്മമാരാണെങ്കിൽ നീ ഒരിക്കലും റിഫയുടെ ഫോട്ടോ പേരോ യൂസ് ചെയ്യരുത്. നീ അത് ചെയ്യും ചെയ്യാ, എന്നിട്ട് വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും ചെയ്യാ. അതെന്താ ഏർപ്പാടാ കാതറെ? പിന്നെ ഇതിനൊക്കെ പുറമെ കാതറെ പടച്ചോനെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കാരണം എന്താ അറിയോ, ഇത്രയും ആളുകള് അവനെ അത്രയും ന്യൂസിലും പബ്ലിക്കിലും പച്ചത്തെറി പറഞ്ഞിട്ടും കുറ്റക്കാരനാക്കിയിട്ടും നോക്കിയേ, അവൻ നല്ലൊരു പെൺകുട്ടിനെയും കെട്ടി സുഖമായി ജീവിക്കണില്ലേ? അത് പടച്ചോന്റെ തീരുമാനം കൂടിയല്ലേ? ആ വിധിയും കൂടി നമ്മൾ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി എന്തും വിളിച്ചു പറയാന്നുള്ളതല്ല. അവര് ജീവിക്കട്ടെ, അതിന്റെ വിധി എന്താണെങ്കിലും പടച്ചോൻ തന്നെ കൊടുക്കും, അതല്ലെങ്കിൽ ഇവിടുത്തെ നിയമം കൊടുക്കും. ഇതിന്ന് രണ്ടൊന്നും അവനക്ക് കഴിച്ചിലാകാൻ കഴിയൂല. അതുവരെങ്കിലും ഒന്ന് സബൂറാക്. ഈ മറ്റുള്ളവരോട് അവളുടെ പേര് പറയുന്നുണ്ടോ, അവളുടെ വീഡിയോ ചെയ്യുന്നുണ്ടോ, ഫോട്ടോ വെക്കുന്നുണ്ടോ നോക്കി നടന്നിട്ട് നീയാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നീയാണ് ഇതിമ വ്യൂസും കാശും ഉണ്ടാക്കുന്നത്. അത് നീ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് ഒറ്റ കമന്റിൽ നിന്നോട് ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കാത്ത എന്താ അറിയോ, ആ കമന്റ് അവിടെ നിലനിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതിന്റെ അഡ്മിൻ നീയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നത്. മാത്രമല്ല, ഞാൻ എന്റെ ഈ ജോബിന്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ചിട്ട് ഞാനിത് ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ആയ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. കട്ട് ചെയ്തിട്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ഇത്ര കുറച്ച് ലാഗ് അടിച്ച് അങ്ങനെ കേസ് നടക്കുന്നതിന്റെ പേരില് ഇവനെ അഭിനയിപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ പറയുന്നത് വെറുതെ. കാരണം എന്താ അറിയോ, ഈ സിനിമാ ഫീൽഡിൽ തന്നെ നോക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ വിനായകന്റെ സീൻ എടുത്ത് നോക്കി, എന്നിട്ടും അവന്റെ പടം വന്നിട്ട് നമ്മൾ പൊട്ടിച്ചിരിക്കണില്ലേ? അപ്പൊ ജീവിതം വേറെ, തൊഴില് വേറെ എന്നുള്ള നിലയ്ക്ക് കേസ് അതിന്റെ വഴിക്ക് പോട്ടെ. അവൻ അവന്റെ തൊഴിലെടുത്ത് ജീവിക്കട്ടെ. എന്ത് ജോബ് അവൻ ചെയ്യുന്നെങ്കിൽ അവനാ ചെയ്തോട്ടെ. അതിനെ നമ്മൾ തടസ്സപ്പെടുത്തരുത്. അതൊരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ ഇതിന്റെ വിധി എന്താണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെന്താണെങ്കിലും നമ്മളൊക്കെ മലയാളികൾ കട്ടക്ക് കൂടെ ഉണ്ടാവും ചെയ്യും. നിന്റെ ഈ കാര്യങ്ങളൊന്ന് മാറ്റിവെച്ച ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും.